തിരുവനന്തപുരം, കേരളം. പള്ളിച്ചലിലെ ശിവചിന്തൻ ഭവനിലുള്ള പ്രാദേശിക ബ്രഹ്മകുമാരീസ് രാജയോഗ സേവാകേന്ദ്രത്തിൽ പിതാവ് ശ്രീ ബ്രഹ്മബാബയുടെ 55ാം സ്മരണദിനം ആഘോഷിച്ചു. സംഘാടകർ പ്രാദേശിക ബ്രഹ്മകുമാരീസ് രാജയോഗ സേവാകേന്ദ്രം, പള്ളിച്ചൽ, തിരുവനന്തപുരം, കേരളം. ഈ അവസരത്തിൽ ആദിപിതാ ബ്രഹ്മബാബയുടെ സ്മരണ ദിനത്തിൽ ശാന്തിസ്തംഭവും ബാബയുടെ കുട്ടിലുകളും ജീവിത ചരിത്രത്തിന്റെ ഒരു നേർക്കാഴ്ചയും അലങ്കരിച്ചിരുന്നു. എല്ലാ സഹോദരീസഹോദരന്മാരും എല്ലാ ധമങ്ങളിലും പോയി ലോകത്ത് സമാധാനം പ്രചരിപ്പിക്കുകയും സ്നേഹത്തിന്റെ രൂപമായി പുഷ്പാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ രാജസ്ഥാനിലെ മൗണ്ട് അബുവിലെ ബ്രഹ്മകുമാരിയുടെ ആസ്ഥാനത്ത് നിന്ന് ബിയുടെ ഭഗവാൻ ബായിജി മുഖ്യ പ്രഭാഷകനായി പങ്കെടുത്തു. ബ്രഹ്മബാബയുടെ അത്ഭുതകരമായ ജീവിതകഥ വിവരിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാവരെയും ആകർഷിച്ചു. എന്നിവർ ഈ അവസരത്തിൽ പ്രമുഖരായിരുന്നു. തിരുവനന്തപുരത്ത്, കേരളം. പ്രാദേശിക ബ്രഹ്മകുമാരീസ് രാജയോഗ സേവാ കേന്ദ്രത്തിന്റെ ചുമതല വഹിക്കുന്ന ബി കെ മിനി സഹോദരി. തിരുവനന്തപുരത്തെ, കേരളം. പ്രാദേശിക ബ്രഹ്മകുമാരീസ് രാജയോഗ സേവാ കേന്ദ്ര പേട്ടയുടെ ചുമതലയുള്ള ബി കെ സിഗ്നി സഹോദരി. ബി കെ ആരതി സിസ്റ്റർ ഇൻചാർജ് ലോക്കൽ ബ്രഹ്മകുമാരീസ് രാജയോഗ സേവകേന്ദ്ര CET, തിരുവനന്തപുരം, കേരളം. ബി ഇല്ലാത്തെ പെരുക്കുട്ട സെന്റർ ചുമതലയുള്ള സിസ്റ്റർ ബി കെ സുദേശ് ബായി ഇൻചാർജ് തിരുമലൈ സെന്റർ. ബി കെ പ്രമോദ് ബായി ഇൻചാർജ് നായത്തിക്കര സെന്റർ. ബി കെ ഗോപി ബായി ഇൻചാർജ് കാട്ടാക്കട്ട സെന്റർ. ശരണയ്യ സിസ്റ്റർ ഇൻചാർജ് വർക്കല സെന്റർ. അമൃതവേളയിൽ ബ്രഹ്മബാബയുടെ സ്മരണയിൽ എല്ലാ ബ്രഹ്മവത്സവും നിശബ്ദമായി നഷ്ടപ്പെട്ടു. ഈ അവസരത്തിൽ ആദിപിതാ ബ്രഹ്മബാബയുടെ സ്മരണ ദിനത്തിൽ ശാന്തിസ്തംഭവും ബാബയുടെ കുട്ടിലുകളും ജീവിത ചരിത്രത്തിന്റെ ഒരു നേർക്കാഴ്ചയും അലങ്കരിച്ചിരുന്നു. എല്ലാ സഹോദരീസഹോദരന്മാരും എല്ലാ ധമങ്ങളിലും പോയി ലോകത്ത് സമാധാനം പ്രചരിപ്പിക്കുകയും സ്നേഹത്തിന്റെ രൂപമായി പുഷ്പാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. പ്രജാപിതാ ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ സ്ഥാപകനായ പ്രജാപിതാ ബ്രഹ്മബാബയുടെ 55ാം സ്മരണദിനം ലോക സമാധാന ദിനമായി ആചരിച്ചു. ഈ അവസരത്തിൽ ബ്രഹ്മകുമാരി സേവാകേന്ദ്രത്തിൽ ബ്രാഹ്മമുഹൂർത്തം മുതൽ യോഗസാധനയുടെ കാലം തുടങ്ങി. വെള്ളവസ്ത്രം ധരിച്ച ബ്രഹ്മകുമാരി സഹോദരങ്ങൾ പ്രത്യേക മൗനം പാലിക്കുന്നതും രാവിലെ മുതൽ ദൈവസ്മരണയിൽ മങ്ങുന്നതും കാണാമായിരുന്നു. ഈ അവസരത്തിൽ ബ്രഹ്മബാബയുടെ ശവകുടീരമായ മൗണ്ട് അബുവിലെ പാണ്ഡവ ഭവനിൽ സ്ഥിതി ചെയ്യുന്ന സമാധാന സ്തംഭത്തിന്റെ കൃത്യമായ മാതൃക നിർമ്മിച്ചു. അനുസ്മരണ ദിനത്തിൽ എല്ലാ ബി കെ സഹോദരങ്ങളും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചില സഹോദരങ്ങൾ യോഗാഭ്യാസത്തിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഈ 3 ദിവസങ്ങളിൽ തന്റെ മനസ്സ് പൂർണ്ണമായും സുസ്ഥിരവും ശാന്തവുമാണെന്ന് അതിൽ അദ്ദേഹം പറഞ്ഞു. നിഷേധാത്മകമോ ഉപയോഗശൂന്യമോ ആയ ചിന്തകളൊന്നും മനസ്സിൽ വന്നില്ല. ലോകസമാധാനത്തിന്റെ പ്രകമ്പനം പരത്തി ആത്മസംതൃപ്തി നേടി. സംഘടന സംഘടിപ്പിച്ച ആഗോള സമാധാനത്തിനായുള്ള യോഗ സാധനയുടെ പരിപാടി ബ്രഹ്മബാബയുടെ സ്മരണ ദിനമായ വ്യാഴാഴ്ച സമാപിച്ചു. യോഗ, ധ്യാന വ്യാഖ്യാനം, ദൈവാനുഭവം എന്നിവ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി നൽകി. ഈ അവസരത്തിൽ മൗണ്ട് അബുവിൽ നിന്നെത്തിയ ബി കെ ഭഗവാൻ ബായിജി തന്റെ പ്രസംഗത്തിൽ ത്യാഗത്തിന്റെയും തപസ്സിന്റെയും ലോകസേവനത്തിന്റെയും പ്രതിരൂപമായിരുന്നു ബ്രഹ്മബാബയെന്ന് പറഞ്ഞു. ദിവ്യശക്തിയാൽ അദ്ദേഹം 1936-ൽ പ്രജാപിതാ ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം സ്ഥാപിച്ചു. ഇന്ത്യയിൽ സതി സമ്പ്രദായം, ശൈശവ വിവാഹം, സ്ത്രീധന സമ്പ്രദായം തുടങ്ങി നിരവധി ദുരാചാരങ്ങൾ നിലനിന്നിരുന്ന കാലത്ത് സ്ത്രീകളെ ആത്മീയമായി ശാക്തീകരിക്കുന്നതിൽ അവർ മഹത്തായ ജോലി ചെയ്തു. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം കൊണ്ടാണ് ഇന്ന് ബ്രഹ്മകുമാരി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ത്രീകൾ നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമായത്. മൗണ്ട് അബുവിൽ നിന്ന് ബ്രഹ്മകുമാരീസിന്റെ ആസ്ഥാനത്ത് നിന്ന് വന്ന ബി കെ ഭഗവാൻ ബായിജിയാണ് മുകളിലെ ഉദ്ധരണി പറഞ്ഞത്. പിതാവ് ശ്രീബ്രഹ്മബാബയുടെ 55ാം അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് പള്ളിച്ചൽ ശിവചിന്തൻ ഭവനിൽ പ്രാദേശിക ബ്രഹ്മകുമാരീസ് രാജയോഗ സേവാകേന്ദ്രത്തിൽ പ്രജാപിതാ ബ്രഹ്മബാബയുടെ സ്വഭാവത്തിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്നും മഹത് വ്യക്തിത്വങ്ങൾ പിറവിയെടുത്ത അറിവിന്റെയും ശാസ്ത്രത്തിന്റെയും കലയുടെയും സംസ്കാരത്തിന്റെയും ഉയർച്ചയിലൂടെ സമൂഹത്തിന് പുതിയ ദിശാബോധം നൽകിയെന്നും എന്നാൽ ആ മഹാന്റെ സ്വഭാവമാണ് ഇവിടെ വിവരിക്കാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദൈവികതയെ പ്രചോദിപ്പിച്ച വ്യക്തിത്വം, പ്രചോദനത്തിലൂടെയും ആജ്ഞയിലൂടെയും മാനുഷിക മൂല്യങ്ങളെ മാറ്റി ലോകത്തെ മാറ്റാനുള്ള മഹത്തായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. നിങ്ങൾ പറഞ്ഞു, പരമപിതാവായ ശിവനാണ് ജനനമരണങ്ങളിൽ നിന്ന് വേർപെട്ട പരമാത്മാവ്.
സ്വന്തമായൊരു ശരീരമില്ലാത്തതിനാൽ അരൂപികളെന്നും വിളിക്കപ്പെടുന്നവർ, കൽപ്പത്തിന്റെ അവസാനത്തിൽ മതപരമായ അപരാധം വരുമ്പോൾ, അവർ ഒരു വൃദ്ധനായ മനുഷ്യ ശരീരത്തിൽ അപരിചിതനായി പ്രവേശിച്ച് അവതരിക്കുകയും ആ പഴയ ശരീരത്തിന് പ്രജാപിതാ ബ്രഹ്മാവ് എന്ന് നാമകരണം ചെയ്യുകയും ചെയ്യുന്നു. കടമയെ സൂചിപ്പിക്കുന്നു. എന്റെ ശ്രീമത് അനുസരിച്ച് ഈ ലോകത്തെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാറ്റണമെന്നും ലോക പരിവർത്തനത്തിനുള്ള ഉപകരണമായി മാറണമെന്നും ദൈവം ബ്രഹ്മജിയോട് പ്രതിജ്ഞ ചെയ്യുന്നു. 1937 പരമപിതാവായ പരമാത്മാവായ ശിവൻ ബ്രഹ്മബാബയുടെ ശാരീരിക ശരീരത്തിന്റെ പിന്തുണ സ്വീകരിച്ച് അദ്ദേഹത്തെ തുടർച്ചയായ അറിവിന്റെ പ്രവാഹം പ്രവഹിപ്പിക്കുകയും സുവർണയുഗ ലോകം സൃഷ്ടിക്കുന്നതിനുള്ള ഉപകരണമാക്കുകയും ചെയ്തു. എല്ലാ സഹോദരീസഹോദരന്മാരും ബ്രഹ്മബാബക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ തങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. രാജസ്ഥാനിലെ മധുബനിലെ മൗണ്ട് അബു ഭൂമിയായ പ്രജാപിതാ ബ്രഹ്മകുമാരി ഈശ്വരി വിശ്വവിദ്യാലയത്തിന്റെ ആസ്ഥാനത്തേക്ക് ഒരാൾ കാലുകുത്തുമ്പോഴെല്ലാം ഹൃദയത്തിൽ നിന്ന് ഒരു വികാരം യാന്ത്രികമായി ഉയർന്നുവരുന്നതായി ഈ അവസരത്തിൽ പ്രാദേശിക ബ്രഹ്മകുമാരിയുടെ ചുമതലയുള്ള ബി. കെ. മിന്നി പറഞ്ഞു. ഞങ്ങൾ സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. ഇവിടുത്തെ വിശുദ്ധവും ദൈവികവുമായ അന്തരീക്ഷം മനസ്സിന് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്നു. സംഘടനയുടെ പ്രവർത്തനം നടത്തുന്നത് ഏതോ അദൃശ്യ ശക്തിയാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. വളരെ ആസൂത്രിതമായി, യാതൊരു തടസ്സവുമില്ലാതെ, ലളിതമായ രീതിയിൽ സംഘടന നടത്തുന്നു. ദാദാ ലേഖ്രാജ് എന്നറിയപ്പെടുന്ന ഈ സംഘടനയുടെ സ്ഥാപകനായ ആദി പിത ബ്രഹ്മബാബയുടെ ജോലിസ്ഥലത്ത് ത്യാഗത്തിന്റെയും തപസ്സിന്റെയും ദൈവത്തോടുള്ള സമർപ്പണത്തിന്റെയും ഫലമാണ് ഇതെല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ അമാനുഷിക നാമം നൽകിയത് പ്രജാപിത ബ്രഹ്മയാണ്. പരമപിതാവായ പരമാത്മാവായ ശിവൻ. അദ്ദേഹം ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും ആത്മീയതയുടെ ജ്വാല ഉണർത്തി. ലോകത്തിന്റെ എല്ലാ കോണുകളിലും ദിവ്യജ്ഞാനത്തിന്റെ പ്രകാശം പരത്തി സമാധാനം സ്ഥാപിക്കുന്നതിന്റെ നെടുംതൂണായി ബ്രഹ്മബാബ മാറിയെന്ന് സിസ്റ്റർ ബി. കെ. സൈനി പറഞ്ഞു. അദ്ദേഹത്തിന്റെ 55ാം ചരമവാർഷികം 2024 ജനുവരി 18 പ്രജാപിതാ ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം ലോക സമാധാന ദിനമായി ആചരിക്കുന്നു. മനുഷ്യരാശിയെ സേവിക്കുക എന്നതായിരുന്നു ബ്രഹ്മബാബയുടെ ജീവിതത്തിന്റെ അടിസ്ഥാന തത്വമെന്ന് ബി. ഇല്ലാത്ത സിസ്റ്റർ പറഞ്ഞു. അർപ്പണബോധത്തോടെ ആളുകളെ സഹായിക്കാനും സേവിക്കാനും നാം എപ്പോഴും തയ്യാറായിരിക്കണം. ഇത് അദ്ദേഹത്തിനുള്ള യഥാർത്ഥ ആദരാഞ്ജലിയാണ്. ഉന്നതമായ ആദർശങ്ങളും ഗുണങ്ങളും സവിശേഷതകളും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമെന്ന് ബി. കെ. ഗോപി ബായിജി പറഞ്ഞു. മനുഷ്യരുടെ സ്വഭാവവിശേഷങ്ങൾക്കനുസരിച്ച് ദൈവിക പ്രവർത്തനങ്ങളിൽ അവരുടെ ഗുണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ അവരുടെ ജീവിതത്തെ മഹത്തരമാക്കി. മറ്റുള്ളവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു തോന്നൽ എപ്പോഴും ഉണ്ടായിരുന്നു. അത് ഒളിഞ്ഞിരുന്നെങ്കിലും സംഘടന രാവും പകലും വികസിച്ചുകൊണ്ടിരുന്നു. സേവന കേന്ദ്രത്തിൽ ബ്രഹ്മബാബയുടെ ശവകുടീരമായ മൗണ്ട് അബുവിലെ പാണ്ഡവ ഭവനിൽ സ്ഥിതി ചെയ്യുന്ന സമാധാന സ്തംഭത്തിന്റെ കൃത്യമായ മാതൃക നിർമ്മിച്ചു. അനുസ്മരണ ദിനത്തിൽ എല്ലാ ബി. കെ. സഹോദരങ്ങളും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചില സഹോദരങ്ങൾ യോഗാഭ്യാസത്തിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. അതിൽ തന്റെ മനസ്സ് പൂർണ്ണമായും സുസ്ഥിരവും ശാന്തവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിഷേധാത്മകമോ ഉപയോഗശൂന്യമോ ആയ ചിന്തകളൊന്നും മനസ്സിൽ വന്നില്ല. ലോകസമാധാനത്തിന്റെ പ്രകമ്പനം പരത്തി ആത്മസംതൃപ്തി നേടി. യോഗ, ധ്യാന വ്യാഖ്യാനം, ദൈവാനുഭവം എന്നിവ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി നൽകി. ഈ അവസരത്തിൽ ആദിപിതാ ബ്രഹ്മബാബയുടെ സ്മരണ ദിനത്തിൽ ശാന്തി സ്തംഭവും ബാബയുടെ കുടിലുകളും ജീവിത ചരിത്രത്തിന്റെ ഒരു നേർക്കാഴ്ചയും അലങ്കരിച്ചിരുന്നു. എല്ലാ സഹോദരീസഹോദരന്മാരും എല്ലാ ധമങ്ങളിലും പോയി ലോകത്ത് സമാധാനം പ്രചരിപ്പിക്കുകയും സ്നേഹത്തിന്റെ രൂപമായി പുഷ്പാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. പരിപാടിയുടെ അവസാനം ബ്രഹ്മാഹാരവും സൂക്ഷിച്ചിരുന്നു. അനുസ്മരണ ദിനത്തിൽ എല്ലാ സഹോദരീസഹോദരന്മാരും മൗനം ആചരിക്കുകയും അദ്ദേഹം കാണിച്ചുതന്ന പാത പിന്തുടരുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. വൈകുന്നേരം എല്ലാ സഹോദരീസഹോദരന്മാരും വീണ്ടും ശിവചിന്തയിൽ ബാബ്ദാദയുടെ യോഗത്തിൽ എത്തി. അവ്യക്ത സ്റ്റേജിൽ താമസിച്ച് ബാബ്ദാദയുമായുള്ള കൂടിക്കാഴ്ച ആഘോഷിക്കുക. ബ്രാഹ്മണ ജീവിതത്തിന്റെ ഓർമ്മകളാൽ നിങ്ങളുടെ ജീവിതത്തെ ശാക്തീകരിക്കുക എന്ന ബാബ്ദാദയുടെ മഹത്തായ വാക്കുകൾ ശ്രദ്ധിക്കുക. ഞാൻ ഒരു ആത്മാവാണ്, ഞാൻ ഒരു ആത്മാവാണ്. സ്വയം പരമാധികാരത്തിന്റെ ഉടമയാകുകയും കോട്ടതി സ്ഥാപിക്കുകയും ചെയ്യുക. ശാരീരിക അവയവങ്ങളുടെ രാത്രിയിൽ മാലാകമാർ ബ്രഹ്മഭോജനത്തിന്റെ അണ്ഡവും വഹിച്ചുകൊണ്ട് അതാത് സ്ഥലങ്ങളിലെത്തി. അങ്ങനെ 18 അനുസ്മരണ ദിനം സമുചിതമായി ആചരിച്ചു.
ഓം ശാന്തി. നന്ദി ബാബ. യഹോവാ ശിവപിതാ പല പേരിലും പൊരുളൊന്നല്ലോ, പരമജ്യോതി സ്വരൂപമല്ലോ, പരമപിതാവൊന്നല്ലോ. അല്ലാഹു യഹോവാ ശിവപിതാ പല പേരിലും പൊരുളൊന്നല്ലോ, പരമജ്യോതി സ്വരൂപമല്ലോ, പരമപിതാവൊന്നല്ലോ. അനവധി മതമുണ്ടുലകിൽ, അജ്ഞാനം നീളെ പരത്താൻ. അനവധി മതമുണ്ടുലകിൽ, അജ്ഞാനം നീളെ പരത്താൻ. ശിവമതമൊന്നു കേൾക്കൂ, ശിവപിതാവിൻ ശ്രീമതം. ശിവമതമൊന്നു കേൾക്കൂ, ശിവപിതാവിൻ ശ്രീമതം. ശിവപിതാവിൻ ശ്രീമതം. അല്ലാഹു യഹോവാ ശിവപിതാ പല പേരിലും പൊരുളൊന്നല്ലോ, പരമജ്യോതി സ്വരൂപമല്ലോ, പരമപിതാവൊന്നല്ലോ. കരകാണരുളും മർത്യന് കരകണ്ട ഈശൻ ജ്ഞാനമേകി. കരകാണരുളും മർത്യന് കരകണ്ട ഈശൻ ജ്ഞാനമേകി. നരനെ ശ്രീനാരായണനാക്കാൻ
एक